മത്സരം ടൈ പിടിക്കുന്നു. ഇനി ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം. ആ ഒരു ബോൾ ഡോട്ടാക്കിക്കൊണ്ട് സൂപ്പർ ഓവർ പിടിക്കാൻ ബ്ലിക്സ് ഗുരുവായൂരിന് സാധിക്കുമോ? അതോ ഒരു ബോളിൽ ഒരു റൺ നേടിക്കൊണ്ട് വിജയത്തിലേക്ക് സെമിയിലേക്ക് മുന്നേറാൻ മൈഗ്രേഷൻ ലിങ്കിന് സാധിക്കുമോ? വിക്കറ്റിന് പിന്നിൽ ജിയാസ്. ഡോട്ട് ബോൾ. വീണ്ടും ഒരു സൂപ്പർ ഓവർ പിറക്കുന്നു. മൈഗ്രേഷൻ ലിങ്കിന് വേണ്ടി സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനെത്തുന്നു ഫാറൂഖ് ആൻഡ് ആംബ്രോ. ഇത്രയും ആവേശകരമായ മറ്റൊരു മത്സരം. ക്വാർട്ടർ ഫൈനലിൽ വീണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5 ആവേശത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലും സൂപ്പർ ഓവർ സംഭവിക്കുന്നു. മൈഗ്രേഷൻ ലിങ്ക് വേഴ്സസ് ബ്ലിക്സ് ഗുരുവായൂർ ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം സൂപ്പർ ഓവർ. ആദ്യ സൂപ്പർ ഓവർ സംഭവിച്ചത് കൊടുങ്ങല്ലൂർ വേഴ്സസ് റിബൽസ്. ആദ്യം ബാറ്റ് ചെയ്ത കൊടുങ്ങല്ലൂർ 6 ഓവറിൽ ആദിൽ അബ്ദുള്ളയുടെ ബാറ്റിങ്ങിൽ 105 റൺസ് നേടിയപ്പോൾ സുജിത് സുബ്രഹ്മണ്യനിലൂടെ റിബൽസ് തിരിച്ചടിച്ചുകൊണ്ട് 19 പന്തിൽ 58 റൺസ് നേടിക്കൊണ്ട് കളി ടൈ പിടിച്ചപ്പോൾ ആവേശത്തിൻ്റെ ഒരു സൂപ്പർ ഓവർ പിറന്നിരുന്നു. സൂപ്പർ ഓവറിൽ 4 പന്തുകളും സിക്സറിന് പറത്തിക്കൊണ്ട് സുജിത് സുബ്രഹ്മണ്യൻ്റെ കരുത്തിൽ റിബൽസ് മുന്നേറിയപ്പോൾ ഇവിടെയും ഇതാ ഒരു സൂപ്പർ ഓവർ സംഭവിച്ചിരിക്കുന്നു. ബ്ലിക്സ് ഗുരുവായൂർ വേഴ്സസ് മൈഗ്രേഷൻ ലിങ്ക്. ബ്ലിക്സ് ഗുരുവായൂരിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്നു നൗഫൽ. സ്ട്രൈക്കിൽ ഫാറൂഖ്. ആദ്യ ബോൾ. തന്നെ ബൗണ്ടറി പറത്താനുള്ള ശ്രമം. പക്ഷേ ഒരു ഫീൽഡിംഗ് മിസ്റ്റേക്ക്. പന്ത് ബൗണ്ടറിയിലേക്ക്. 2 ഫീൽഡർ തമ്മിലുള്ള ആശയക്കുഴപ്പം അത് ബൗണ്ടറിയിലേക്ക് പതിക്കുന്നു. 4 റൺസ് നേടിയെടുക്കുന്നു ഫാറൂഖിൻ്റെ ബാറ്റിലൂടെ. നിങ്ങളൊരു ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ ടെൻഷനില്ലാതെ ഈ മത്സരം കണ്ടു തീർക്കാൻ നിങ്ങൾക്കാകില്ല. ഈ മത്സരം കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾ ആവേശത്തിലാകാതെയുമിരിക്കില്ല. ഗുഡ് കം ബാക്ക്. ഡോട്ട് ബോൾ. ഒരു ബൈറൺ. സ്ട്രൈക്കിലെത്തുന്നു ആംബ്രോ. ഇനി ശേഷിക്കുന്നത് 3 പന്തുകൾ. ആദ്യ 3 പന്തുകൾ പിന്നിടുമ്പോൾ ആര് മുന്നിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ബലാബലമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആംബ്രോ 2 റൺസുള്ള ശ്രമം. ത്രോ കളക്ട് ചെയ്യുന്നു ജിയാസ്. ശക്തമായ അപ്പീൽ. നോട്ട് ഔട്ട്. 2 റൺസ്. ഒരു റൺ ഷോട്ട് വിധിക്കുന്നു അമ്പയർ. 4 പന്തുകൾ പിന്നിടുമ്പോൾ 6 റൺസ് മാത്രം ശേഷിക്കുന്നത്. 2 പന്തുകൾ. വീണ്ടും 2 റൺസിനുള്ള ശ്രമം. ഒരു മിസ് ഫീൽഡ് സംഭവിക്കുന്നു. അത് 3 ആക്കുന്നു. 5 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 9 റൺസ്. ഇനി ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം. ഒരേ ഒരു ബോൾ. ഡോട്ട് ബോളിലൂടെ ബ്ലിക്സ് ഗുരുവായൂർ അവസാന ബോൾ പിടിക്കുമോ അതോ 6 നേടിക്കൊണ്ട് പ്രതീക്ഷ കാക്കുമോ? ഫറൂഖ് കാത്തിരിക്കാം. സൂപ്പർ ഓവറിൻ്റെ അവസാന ബോൾ. ബിഗ് ഷോട്ട്. പക്ഷേ ഫീൽഡർ ഫീൽഡർ ശ്രമത്തിനും അത് തടുക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ആ ഒരു 6-ന് ഈ സൂപ്പർ ഓവർ പിടിക്കാൻ, ഈ മത്സരം പിടിക്കാൻ തന്നെ കരുത്തുണ്ടാകും. ഫാറൂഖ് സൂപ്പർ ഓവറിൽ നേരിട്ടത് 3 പന്തുകൾ, നേടിയത് 10 റൺസ്. സൂപ്പർ ഓവർ. ബ്ലിക്സ് ഗുരുവായൂരിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ശ്രീഷ്ണു ആൻഡ് ഫാറൂഖ്. വിജയത്തിലേക്ക് വേണ്ടത് 16 റൺസ്. സാക്ഷര കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി തൃശ്ശൂർ പൂരം കൊണ്ട് പ്രസിദ്ധമാണെങ്കിൽ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ ഇതാ മറ്റൊരു തൃശ്ശൂർ പൂരം. തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5 മൈഗ്രേഷൻ ലിങ്ക് വേഴ്സസ് ബ്ലിക്സ് ഗുരുവായൂർ ക്വാർട്ടർ ഫൈനലിലെ ആവേശത്തിൻ്റെ സൂപ്പർ ഓവർ. മൈഗ്രേഷൻ ലിങ്ക് ആദ്യം ബാറ്റ് ചെയ്ത് ഫറൂഖിൻ്റെ കരുത്തിൽ നേടിയത് 15. വിജയത്തിലേക്ക് വേണ്ടത് 16. സ്ട്രൈക്കിലെത്തുന്നു ശ്രീഷ്ണു. സൂപ്പർ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ക്യാപ്റ്റൻ ആംബ്രോ. ആദ്യ ബോൾ ഡോട്ട് ബോൾ. ലീഗൽ ഡെലിവറി. ഇനി വേണ്ടത് 5 പന്തിൽ 16. ലോങ് ഓണിൽ കൃത്യമായൊരു ഫീൽഡിംഗ്.
സിംഗിൾ മാത്രം സ്ട്രൈക്കിലെത്തുന്നു. വീണ്ടും ലെഫ്റ്റി പവർ ഫാറൂഖ്, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ. ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ബ്ലിറ്റ്സ് ഗുരുവായൂരിനെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കളിക്കാരൻ സ്ട്രൈക്കിലെത്തുമ്പോൾ പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലിറ്റ്സ്. 4 പന്തുകൾ, വേണ്ടത് 15. ഓ, അമ്പയർ കോൾ വൈറ്റ്. എക്സ്ട്രാ റൺ ലഭിക്കുന്നു ബ്ലിറ്റ്സ് ഗുരുവായൂരിന്. 4 പന്തുകൾ, വേണ്ടത് 14. അഗൈൻ വീണ്ടും ഒരു എക്സ്ട്രാ, ബാക്ക് ടു ബാക്ക് എക്സ്ട്രാ റൺ ലഭിക്കുന്നു. ഒരു ബ്യൂട്ടി ഷോട്ട്, ഫീൽഡർ സുഹൈൽ, കൃത്യമായൊരു ഫീൽഡിംഗ്. ഓ, 3 റൺസ് ഓടിയെടുക്കുന്നു. 3 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 6. സൂപ്പർ ഓവറിലും ആവർത്തിക്കുന്നു ആവേശത്തിൻ്റെ നിമിഷങ്ങൾ. മൈഗ്രേഷൻ ലിങ്ക് 3 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിലുണ്ടായിരുന്നത് 6 ഇവിടെയും ബ്ലിറ്റ്സ് ഗുരുവായൂരിനും 3 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 6. ശേഷിക്കുന്നത് 3 ബോളുകൾ, വേണ്ടത് 10 റൺസ്. ബൗണ്ടറികൾ നേടാതെ വിജയത്തിലേക്ക് മുന്നേറാൻ ബ്ലിറ്റ്സിന് സാധിക്കില്ലെന്ന് ഉറപ്പ്. ഓ, വീണ്ടും ഒരു എക്സ്ട്രാ. ആംബ്രോ 3 എക്സ്ട്രാസുകൾ വഴങ്ങുന്നു. ഒരു ബിഗ് ഷോട്ട്, ഫീൽഡർ അമ്പയർ സിഗ്നൽ 6. ശ്രീഷ്ണു 13ലേക്ക് 4 പന്തുകൾ പിന്നിടുമ്പോൾ ഇനി 2 പന്തുകൾ, വേണ്ടത് 3 റൺസ് മാത്രം. ആര് മുന്നേറും സെമി ഫൈനലിലേക്ക്. നിർണായക സമയത്ത് നേടിയെടുക്കുന്ന ഒരു അത്യുജ്വല 6. ഗുഡ് കംബാക്ക്. ഓ, ഒരു റൺ ഔട്ട് സംഭവിക്കുന്നു. യെസ്, വീണ്ടും ആവേശമാകുന്നു ഈ മത്സരം. ഇസ്മായിലിന്റെ കൃത്യമായ കീപ്പിംഗ്, അതിലൂടെ ഒരു റൺ ഔട്ട് നേടിയെടുക്കുന്നു അംബ്രോ ശക്തമായൊരു കംബാക്ക്. ഇനി 1 പന്ത്, വേണ്ടത് 3 റണ്ണ്. വീണ്ടും ഇതൊരു സൂപ്പർ ഓവറിലേക്ക് മുന്നേറുമോ ഈ മത്സരം? കാത്തിരിക്കാം നമുക്ക്. ക്വാർട്ടർ ഫൈനലിൽ അനുവദിച്ച 6 ഓവറിൽ എന്താണോ സംഭവിച്ചത് അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ സൂപ്പർ ഓവറിലും. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ആസിഫ്, ഒരു ഹാർഡ് ഹിറ്റർ ബാറ്റർ. ഒന്നുറപ്പിക്കാം, കരളുറപ്പും മനസാന്നിധ്യവും ഉള്ളവന് സെമിയിലേക്ക് മുന്നേറാം. വേണ്ടത് 3 റൺസ്, ശേഷിക്കുന്നത് 1 ബോൾ. ആംബ്രോ വേഴ്സസ് ആസിഫ്. പ്രഷർ. ശേഷിക്കുന്നത് 1 പന്ത്, വേണ്ടത് 3. ഒരു ബ്രില്യൻ ഷോട്ട്, ഫീൽഡർ ഫാറൂഖ്, വിക്കറ്റ് കീപ്പറിലേക്ക് ത്രോ. ഓ, വിജയത്തിലേക്ക് മുന്നേറാനുള്ള അവസരം. വീണ്ടും സൂപ്പർ ഓവർ. ആസിഫ് ആവേശം അല്പം കൂടിപ്പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മിസ്ഫീൽഡ് സംഭവിച്ചിരുന്നു. 3 റൺസ് നേടാനുള്ള അവസരമുണ്ടായിരുന്നു, പക്ഷേ കളഞ്ഞുകൊള്ളിക്കുന്നു അമിതാവേശം. കിട്ടിയ മത്സരം കൈവിട്ടു പോകുന്നു ഇരു ടീമുകൾക്കും. വീണ്ടും ഒരു സൂപ്പർ ഓവറിൽ വീണ്ടും സൂപ്പർ ഓവർ. ഒരുപക്ഷേ ആസിഫിന്റെ അമിതാവേശമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 3-ാം റണ്ണിനോടാനുള്ള അവസരമുണ്ടായിട്ടും ടീം ജയിച്ചെന്ന് കരുതി വിജയാഘോഷം നടത്തിയ ആസിഫ് ക്രീസ് വിട്ടിറങ്ങിയപ്പോൾ ഒരു റൺ ഔട്ടിലൂടെ വിക്കറ്റ് നേടിയെടുക്കുന്നു മൈഗ്രേഷൻ ലിങ്ക്. വീണ്ടും ഈ സൂപ്പർ ഓവറിൽ അനിശ്ചിതത്വം ഉടലെടുക്കുന്നു. ഓടിപ്പൂർത്തിയാക്കിയ 2 റൺസിൽ 1 റൺ ഷോട്ടാണെന്ന് അമ്പയർ കോൾ ചെയ്യുന്നു. പിന്നീട് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അമ്പയർ സ്വയം റിവ്യൂവിലേക്ക് പോകുന്നു. ആ ഒരു ചെക്കിംഗ് ആണ്, ആ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശത്തിൻ്റെ അതിനേക്കാൾ ഉപരി അനിശ്ചിതത്തിൻ്റെ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും മികച്ച ഒരു ടൂർണമെൻറ്റായി മാറുന്നു ഈ TSL 5 എന്നതിൽ സംശയമില്ല.
ആ ഒരു റൺസ് ഷോട്ടാണെങ്കിൽ മൈഗ്രേഷൻ ലിങ്ക് വിജയം ഉറപ്പിക്കും. ഏത് ഡിസിഷനിലേക്ക് അമ്പേഴ്സ് പോകുമെന്നത് നമുക്ക് കാത്തിരിക്കാം. രണ്ട് ടീമുകളും ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യുന്നു. നിർണായക തീരുമാനമെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഷോട്ടിന് വേണ്ടിയുള്ള അപ്പീലിൻ്റെ റിവ്യൂ അവസാനിച്ചിട്ടില്ല. തൃശ്ശൂർ 5-ാം പൂരത്തിൽ ഒട്ടനവധി നാടകീയതകൾ സംഭവിക്കുന്നു. TSL സീസൺ 5 സംഘാടകരും അമ്പേഴ്സും ഡിസ്കസ് ചെയ്യുന്നു. അമ്പേഴ്സിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്നതിൽ സംശയമില്ല. കമൻറ്റേറ്റർ ബാസിയും അമ്പേഴ്സിനൊപ്പം. ഡിസിഷൻ ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെയാണ്. തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5 പൂരത്തിൻ്റെ നാട്ടുകാർ സംഘടിപ്പിച്ച ആവേശത്തിൻ്റെ ക്രിക്കറ്റ് മാമാങ്കം തൃശ്ശൂർ പൂരത്തിനേക്കാൾ ആവേശമായിത്തീരുന്നു. അനിശ്ചിതത്വവും നിലനിൽക്കുന്നു ഈ മത്സരത്തിൽ. അവസാന ബോളിൽ ഓടിയെടുത്തത് 2 റണ്ണോ 1 റണ്ണോ. റിവ്യൂ പരിശോധിക്കുന്നു. ഡിസിഷൻ പെൻഡിങ്. അനുവദിച്ച 6 ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഫ്ലെക്സ് ഗുരുവായൂർ നേടിയത് 55 എന്ന സ്കോർ ചേസ് ചെയ്യാൻ ഇറങ്ങിയ മൈഗ്രേഷൻ ലിങ്ക് നേടിയത് 55. സൂപ്പർ ഓവർ പിറക്കുന്നു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത് മൈഗ്രേഷൻ ലിങ്ക് നേടിയത് 15. അത് മറികടക്കാനെത്തിയ ബ്ലിക്സ് ഗുരുവായൂർ നേടിയതും 15. പക്ഷേ 16 നേടാൻ അവസരം ഗുരുവായൂർ ബ്ലിക്സിനുണ്ടായിരുന്നു. പക്ഷേ അത് പുതിയതായി വന്ന ബാറ്റർക്ക് അബദ്ധം സംഭവിച്ച് 2 റൺ ഓടി പൂർത്തിയാക്കിയപ്പോൾ വിജയാഘോഷത്തിലേക്ക് പോയി റണ്ണൗട്ടാക്കുന്നു. ആ നേടിയ 2 റണ്ണിൽ തന്നെ 1 റൺ ഷോട്ടാണെന്ന് റിവ്യൂ പരിശോധിക്കുന്നു. ഇനി ആ 2 റൺ പൂർത്തിയാക്കിയെങ്കിൽ കളി സൂപ്പർ ഓവറിലേക്ക് പോകുമോ അതോ കൂടുതൽ ബൗണ്ടറി നേടിയ ടീം വിന്നാകുമോ? എന്തെല്ലാം ആയിരിക്കും തീരുമാനങ്ങളെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അമ്പയർ ഡിസിഷൻ അന്തിമമായിരിക്കും. ക്യാപ്റ്റൻ മൈഗ്രേഷൻ ലിങ്ക് ക്യാപ്റ്റൻ ആംബ്രോ സംസാരിക്കുന്നു. പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് സംഘാടകരും അമ്പയേഴ്സും കൂടിയാണ്. ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ബ്ലിക്സ് ഗുരുവായൂർ ക്യാപ്റ്റൻ ജിയാസ്, മിസ്റ്റർ ബക്കർ തളി അമ്പേഴ്സുമായി ചർച്ച ചെയ്യുന്നു. TR കണ്ണൻ, ബക്കർ തളി അമ്പേഴ്സ്. വീണ്ടും ഒരു സൂപ്പർ ഓവർ അനുവദിക്കുന്നു. വീണ്ടും ഒരു സൂപ്പർ ഓവർ. അമ്പയർ തീരുമാനം